ക്യാഷ് പിടി. വലി വലിക്ക് വലിക്ക് ഇതാ. എന്താ പരിപാടി? എന്താ പരിപാടി? എന്താ പരിപാടി? എന്താ സംഭവം? കുറച്ചുള്ളൂ ഈ കാട്ടുമുക്കില്. ഈ കാട്ടുമുക്ക് എവിടുന്നാ കിട്ടുന്നേ? എവിടെ നിന്ന് കിട്ടും പറയും. എന്റെ പേരെന്താ? റഹീം. വീട് എവിടെയാ? ട്രിപ്പിളല്ലേ? നിന്റെതോ? വീടോ? നിങ്ങൾ വീട്ടിൽ പോക്കില്ല ഇതൊന്നും? വീട്ടിൽ അറിയതൊക്കെ വീട്ടുകാരെ അറിഞ്ഞിട്ടാണോ? നിങ്ങൾ എവിടെ സൂക്ഷിക്കുന്ന എവിടെയാ? ഞാൻ ഫാനിന്റെ മേലെ ടോപ്പിന്റെ ഉള്ളിൽ സാർ. ഫാനിന്റെ ടോപ്പിന്റെ ഉള്ളിൽ സാർ. ഫാനിന്റെ ടോപ്പിന്റെ മുകളിൽ? അത് സാർ ആരും കാണില്ല. അയ്യോ ഞാൻ സാറിന്റെ ഷൂവിന്റെ ഉള്ളിലാ സാറേ. വീട്ടിൽ നമ്പർ കേട്ടോ. വേണ്ട സാർ വേണ്ട. നമ്പർ പറയടാ. നമ്പർ പറയടാ. പറയ്. നമ്പർ പറയ്. നമ്പർ പറയ്. സ്വന്തം കാല് നിക്കാൻ പറ്റണ്ടാ? എന്റെ വീട്ടുകാരൊക്കെ എനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ട്. അത് വല്ല ബോധം നിനക്കുണ്ടോ? നിന്റെ വീട്ടുകാർ നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നു നിനക്ക് വല്ല ബോധമുണ്ടോ? ഇത്രയും നിന്നെ വളർത്തിയിലെത്രയൊക്കെ തിന്നിട്ട് അവര് നിനക്ക് വേണ്ടി എത്ര പേര് അധ്വാനിക്കണ്ടാ? കുറച്ചെങ്കിലും അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാല് പിടിക്കാൻ ഞങ്ങൾ ഉദ്യോഗസ്ഥരെ കാല് പിടിക്കാൻ നിൽക്കുക. ഇത് എല്ലാവരും പറഞ്ഞ സംബന്ധം തന്നെയാ. പെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളെപ്പോഴത്തെ ഒരു പിടിക്കുമ്പോ പെട്ടുപോയി. ഇതല്ലേ നിങ്ങൾക്കൊക്കെ പറയാനുള്ള ഒരു സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. എത്ര മറച്ചു വെച്ചാലും നിങ്ങൾ പിടിക്കപ്പെടും, അത് ഉറപ്പാണല്ലോ. പിന്നെ നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഈ എന്താ പറയാ ഈ തെമ്മാർത്ത് നിങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. ഇനി നിങ്ങൾക്ക് കഴിച്ചിലാവണമെങ്കിൽ തന്നെ സർക്കാരിനൊരു പദ്ധതി കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ഉണ്ടാവും, ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. രണ്ടുപേരെ പേരിലും കേസെടുക്കാൻ പോവാണ്. മനസ്സിലായോ? സർക്കാരിൽ നിന്നൊരു ഉത്തരവുണ്ട്, അറിയാലോ. അപ്പൊ നിങ്ങൾ ജീവിതകാലം മൊത്തം എന്ത് ചെയ്യേണ്ടി വരും? ഈ കേസുമായിട്ട് നിങ്ങൾ പുറകിലെടുക്കേണ്ടി വരും. ഇനി അതല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി തിരിച്ചു വരാൻ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഉദ്യോഗസ്ഥരിൽ നിന്ന് എല്ലാ സപ്പോർട്ടും എന്ത് ചെയ്യും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മനസ്സിലായല്ലോ? ഇനി മേലാല് ഇതുപോലെ നിങ്ങൾ ആവർത്തിക്കാൻ നിൽക്കരുത്. എന്ത് മര്യാദക്ക് നിങ്ങളൊക്കെ പറഞ്ഞോ. ഇനി മേലാൽ ഇത് എന്ത് ചെയ്യരുത്, ഇവ നിങ്ങൾ ആവർത്തിക്കരുത്. എന്താ ഇവിടെ? ഞാനതൊക്കെ നിർത്തി. വേറെ കമ്പനി കിട്ടിയിട്ടുണ്ടാവും. അല്ല, എനിക്ക് എന്റെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങളായി. ഈ തള്ളുണ്ട് ഇപ്പൊ എനിക്ക് വേറെ കമ്പനി അല്ല, ലഹരി കാരണം എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു. സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കൂട്ടം പോലീസുകാർ എൻ്റെ വീട്ടിൽ വന്നു. അവരുടെ സഹായത്തോടു കൂടി വിമുക്തി എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് കൗൺസിലിംഗ് ഒക്കെ നൽകി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എനിക്കെൻ്റെ കുടുംബമാണ് ഇപ്പം എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അതിനേക്കാളും വലിയ ലഹരി ഈ ലോകത്ത് മറ്റൊന്നുമില്ല. എനിക്കും നിർത്തണമെന്നുണ്ട്, പക്ഷെ പറ്റില്ല റീഫ. ലാസ്റ്റ് ഒരു സിപ്പ് കൊണ്ട് അടിച്ചോളാം. സോറി. എല്ലാ സംവിധാനങ്ങളും സർക്കാർ തലത്തിൽ എല്ലാ സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് ഉണ്ട്. അപ്പോൾ വേണ്ട രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. നമുക്ക് വിമുക്തി എന്ന പദ്ധതി ഉണ്ട്, അവരുമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബത്തോട് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ലഹരിയുടെ വേരറുക്കാം. വിദ്യാലയങ്ങളും കുടുംബങ്ങളും പൊതുസമൂഹവും പോലീസിനൊപ്പം കൈകോർക്കുന്ന ഒരു ജനകീയ പ്രതിരോധത്തിലൂടെ നമ്മുടെ വീടുകളിൽ സമാധാനവും തെരുവുകളിൽ ഭയരഹിതവുമായ അന്തരീക്ഷം ഉറപ്പിക്കാം.